കുക്കിങ്ങും കഥകളും അതുപോലെ ഹീലിംഗ് കോൺവെർസേഷൻസുമായിട്ട് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങി. എല്ലാവർക്കും നമസ്കാരം. നല്ലൊരു മാമ്പഴക്കാലം തുടങ്ങിയിരിക്കുന്നു. ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് മാമ്പഴക്കാലങ്ങൾ ലണ്ടനിൽ വളരെ പ്രസിദ്ധമാണ്. ഇന്ത്യക്കാർ തിങ്ങിപ്പാർക്കുന്ന ഏരിയകളിൽ എല്ലാ കടകൾക്ക് മുമ്പിലും മാമ്പഴം ഉണ്ടാവും. 1990-കളിലാന്ന് തോന്നുന്നു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു മാംഗോ ഫെസ്റ്റിവൽ നടത്തി. ഒത്തിരിയധികം മാംഗോസ് ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ഞങ്ങളെപ്പോലെയുള്ള സ്ഥാപനങ്ങൾ വഴി മാംഗോസ് പ്രൊമോട്ട് ചെയ്യാൻ ഗവൺമെന്റ് എടുത്തൊരു ഇനിഷ്യേറ്റീവായിരുന്നു. അന്ന് ഗവൺമെന്റായിട്ട് സഹകരിച്ച് നമ്മൾ ഒരു ഫെസ്റ്റിവൽ നടത്തിയിരുന്നു. ഇന്നലെ എൻ്റെ ഒരു പുതിയ സംരംഭം ഹീലിംഗ് ടേബിൾ എന്ന് പറഞ്ഞിട്ട് കുക്കിങ്ങും കഥകളും അതുപോലെ ഹീലിംഗ് കോൺവെർസേഷൻസുമായിട്ട് നമ്മുടെ ഒരു പുതിയ പ്രോജക്റ്റ് തുടങ്ങി. ചെറിയ ഗ്രൂപ്പ്സ് ആൾക്കാർ നമ്മളുടെ കൂടെ വന്നിട്ട് നമ്മൾ ഒന്നിച്ച് പാചകം ചെയ്ത് കഥകൾ പറഞ്ഞ് കുറച്ച് നന്മകളും നമ്മളുടെ ആഹാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആത്മീയ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്നുള്ള ഉദ്ദേശം. അതിലൊത്തിരി സന്തോഷത്തിന്റെ അംശങ്ങളുണ്ട്. ജീവിതത്തിനെ എങ്ങനെ ലളിതമാക്കാം, മനോഹരമാക്കാം എന്നുള്ള എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ള ഉദ്ദേശം. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി പാചകം ചെയ്യാനുള്ള ആഗ്രഹം എപ്പോഴും ഉണ്ട്. അപ്പൊ ഇന്നലെ ഞാൻ ഒരു ബോക്സ് മാമ്പഴം മേടിക്കുകയുണ്ടായി. അത് വെച്ച് നമ്മൾ 3 ഐറ്റം ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രധാനം മാമ്പഴം വെച്ചൊരു ബീറ്റ്റൂട്ടും ഇട്ട ഒരു മോരുകറി. അതെൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യലായിരുന്നു. അതുപോലെ പപ്പായയും പേരയ്ക്കയും മാമ്പഴവും ഇട്ടിട്ട് നമ്മളൊരു പ്രത്യേക ഒരു സലാഡും ഉണ്ടായി, തേങ്ങാപ്പാലൊക്കെ വെച്ച്. പോകാൻ നേരത്തെ എല്ലാവർക്കും ഗിഫ്റ്റായിട്ടും കൊടുത്തതൊരു മാമ്പഴം. അതിന് പ്രത്യേക കാരണമുണ്ട്. മാമ്പഴക്കാലം നമ്മളെയൊക്കെ കുട്ടിക്കാലങ്ങളിൽ വളരെ പ്രശസ്തമായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ആ ഭാഗ്യം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ നാട് വിട്ടിട്ട് ഒത്തിരി കാലമായി.